പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന്റെ കരുണയുടെ ഏറ്റവും വലിയ അടയാളമാണ് നമ്മുടെ കർത്താവായ ഈശോ മിശിഹ എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നമുക്കറിയാം, പാപത്തിന്റെ മേൽ പാപം ചെയ്ത് അധഃപതിച്ച് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്ന അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ ദൈവം കരുണ തോന്നി ലോകത്തിൽ ഒരുവൻ പോലും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ദൈവമായ കർത്താവ്, പിതാവായ ദൈവം അയച്ചതാണ് ഈശോ മിശിഹായെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഈശോയാണ് നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം തന്റെ കരുണയുടെ അടയാളമായി ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനത്തിൽ 4-ാം അധ്യായം 12-ാമത്തെ തിരുവചനം പഠിപ്പിക്കുക: ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ ഈശോ എന്ന നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് വേണ്ടി പിതാവായ ദൈവം അയച്ചവനാണ് ഈശോനാഥൻ. ഈശോയല്ലാതെ മറ്റൊരു രക്ഷകനും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഭൂമിയിൽ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ മറ്റു പല സ്ഥലങ്ങളിലും പോകാറുണ്ട്, പല വ്യക്തികളുടെ അരികിൽ പോകാറുണ്ട്, പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ രക്ഷയുടെ അനുഭവം നമ്മുടെ ആരുടെയും ജീവിതത്തിൽ നിറയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രക്ഷയ്ക്കായി നൽകപ്പെട്ട ഏകനാമം കർത്താവ് ഈശോ മിശിഹായുടെ നാമമാണ് എങ്കിൽ രക്ഷയ്ക്ക് വേണ്ടി ഈശോയുടെ അരികിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു വരേണ്ടിയിരിക്കുന്നു. സ്വരമേറ്റി പറ ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്: നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അധികം കാര്യങ്ങൾ ചെയ്തു തരാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തില് നമ്മൾ ഒത്തിരിയേറെ പ്രാർത്ഥിക്കാറുണ്ട്, ഒത്തിരിയേറെ ദൈവത്തിന് മുമ്പിൽ നിലവിളിക്കാറുണ്ട്, കണ്ണുനീരോടെ പലപ്പോഴും ദൈവത്തിന് മുമ്പിൽ നിൽക്കാറുണ്ട് നമ്മൾ ഓരോരുത്തരും. ഈ അവസ്ഥയ്ക്ക് നടുവിൽ നമ്മൾ നിൽക്കുമ്പോൾ വചനം പഠിപ്പിക്കുകയാണ്: നമ്മൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അധികം കാര്യങ്ങൾ ചെയ്തു തരാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവമെന്ന്. ഈ കർത്താവ് ഈശോ മിശിഹായെ ജീവിതത്തിൽ രക്ഷകനായിട്ട് സ്വീകരിച്ചവർക്കും ഈശോയിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ജീവിക്കുന്നവർക്കും ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അധികം കാര്യങ്ങൾ ചെയ്തു തരാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. ഇത്രമാത്രം മനുഷ്യനെ സ്നേഹിക്കുന്ന, മനുഷ്യ ജീവിതത്തിലേക്ക് കരുണ വർഷിക്കുന്ന, ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അപ്പുറങ്ങൾ കാര്യങ്ങൾ ചെയ്തു തരുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായെ അല്ലാതെ പ്രിയപ്പെട്ടവരെ ആരെയാണ് നമ്മുടെ ജീവിതത്തിൽ രക്ഷകനായിട്ട് നമ്മൾ സ്വീകരിക്കുക? നമ്മുടെ ജീവിതത്തെ കരയാറില്ലേ? ഉണ്ട്. ജീവിതത്തിന്റെ കുറവുകളെ ഓർത്ത് ആരും കാണാതിരുന്ന് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ കരയാറുണ്ട്. നമ്മൾ കാണുന്നുണ്ട്, യോഹന്നാൻ സുവിശേഷത്തിന്റെ 2-ാമത്തെ അധ്യായത്തില് കാനായിലെ വിവാഹ വിരുന്നിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ കാനായിലെ വിവാഹ വിരുന്നില് വീഞ്ഞ് തീർന്നുപോയി, അതുകൊണ്ട് ആ കുടുംബം ദുഃഖത്തിന്റെ നടുവിലായിരിക്കുന്നു നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ആഘോഷമാണെന്നാണ് പറയുക. വിവാഹത്തിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ വിവാഹ കർമ്മം എന്നൊക്കെ പറയുന്നത് ഒരു ആഘോഷമാണ്. ഈ ആഘോഷത്തിൽ വീഞ്ഞ് തീർന്നു പോയതുപോലെ നമ്മുടെ ജീവിതം ഒരു ആഘോഷമാണെന്നാണ് പറയുക. ഭൂമിയിലെ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു ആഘോഷമാണെന്നാണ് പറയുക. അപ്പോ ഈ ആഘോഷം, ജീവിതമാകുന്ന ഈ ആഘോഷത്തിന്റെ നടുവിൽ നമ്മൾ നീങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കാനായിലെ വിവാഹ വിരുന്നിൽ വീഞ്ഞ് തീർന്നു പോയ അനുഭവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ ഉണ്ടാകാറുണ്ട്. ജീവിതത്തിന്റെ ആനന്ദമാകുന്ന വീഞ്ഞ്, ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങളാകുന്ന വീഞ്ഞ്, ജീവിതത്തിന്റെ പല അവസ്ഥകൾ, ഒരുപക്ഷെ സമ്പത്താകുന്ന വീഞ്ഞ്, ആരോഗ്യമാകുന്ന വീഞ്ഞ്, അല്ലെങ്കിൽ സമാധാനമാകുന്ന വീഞ്ഞ്, ഐശ്വര്യമാകുന്ന വീഞ്ഞ്, വിജയമാകുന്ന വീഞ്ഞ് പലപ്പോഴും തീർന്നു പോകുന്ന അവസ്ഥകൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇപ്രകാരം ജീവിതത്തിന്റെ വീഞ്ഞ് തീർന്നു പോകുന്ന അവസ്ഥകളില്, ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്ന, ജീവിതത്തിന്റെ നൊമ്പരങ്ങളിലൂടെയും വേദനകളിലൂടെയും കടന്നു പോകുന്ന അവസ്ഥയിലാണ് നമ്മളൊക്കെ കണ്ണുനീരോടെ മാറിയിരിക്കുന്നത്, ഒറ്റയ്ക്കിരുന്ന് നിലവിളിക്കുന്നത്, കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ ഇറ്റിറ്റു വീഴുന്നത് ജീവിതത്തില് ചില വീഞ്ഞുകള് തീർന്നു പോകുമ്പോഴാണ്.
ഈ കാനായിലെ വിവാഹ വിരുന്നിൽ നമ്മൾ കാണുന്നു കർത്താവ് ഈശോ മിശിഹ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ കുടുംബത്തിന്റെ വീഞ്ഞു തീർന്നു പോയ നിമിഷങ്ങളില് ആ കുടുംബത്തിന് അനുഗ്രഹമായിട്ട് കർത്താവ് ഇടപെടുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും പരിശോധിച്ചു നോക്കണം. ജീവിതത്തിന്റെ വീഞ്ഞു തീർന്നു പോകുന്ന നിമിഷങ്ങളില് നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിലുണ്ടോ? എന്റെ കുടുംബത്തിന് ചില വീഞ്ഞു തീർന്നു പോകുന്ന നിമിഷങ്ങളില് നമ്മുടെ കർത്താവിന്റെ കുടുംബത്തിലുണ്ടോ? കർത്താവിനോട് കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിച്ച് നോക്കണം. സ്വരവേദി പറഞ്ഞേ ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിന്റെ നടുവില് വീഞ്ഞു തീർന്നു പോകുന്ന നിമിഷങ്ങളിൽ രക്ഷകനായ കർത്താവ് ഈശോ മിശിഹ നിന്റെ ജീവിതത്തിന്റെ അരികിലുണ്ട് എങ്കിൽ, നീ കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നീ നശിക്കുവാനായിട്ടോ തകരുവാനായിട്ടോ ദൈവം അനുവദിക്കുകയില്ല. കാരണം നീ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അപ്പുറം കാര്യങ്ങൾ ചെയ്തു തരാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ് എന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. സ്വരമേറ്റി പറഞ്ഞേ ഹല്ലേലൂയ. നീ കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഈശോയെ നിന്റെ ജീവിതത്തിന്റെ ഏക രക്ഷകനായിട്ട് നീ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ, ഈ ലോകത്തിലുള്ള വസ്തുക്കളിലോ ഈ ലോകത്തിലുള്ള സൗഭാഗ്യങ്ങളിലോ ഈ ലോകത്തിലുള്ള വ്യക്തികളിലോ പ്രത്യാശ വെക്കാതെ ഈശോയിൽ മാത്രം പ്രത്യാശ വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നീ എങ്കിൽ, നിന്റെ ജീവിതത്തിന്റെ ആഘോഷമാകുന്ന വീഞ്ഞു തീർന്നു പോകുന്ന നിമിഷങ്ങളില് അവൻ നിന്റെ അരികിലുണ്ടായിരിക്കുമെന്ന് തിരിച്ചറിയുക. കാനായിലെ കുടുംബത്തിലോട് ചേർന്ന് കർത്താവ് ഉണ്ടായിരുന്നത് പോലെ നിന്റെ ജീവിതത്തിന്റെ അരികില്, ദൂരത്തല്ല, നിന്റെ ശ്വാസത്തിന് തൊട്ട് മുൻപിൽ അവൻ ഉണ്ടായിരിക്കുമെന്ന് തിരിച്ചറിയുക. കാരണം അവന്റെ പിറവിയെ കുറിച്ച് അരുളി ചെയ്യപ്പെട്ടത് അവൻ ഇമ്മാനുവേലാണ് എന്ന, കൂടെയുള്ളവനാണ് എന്ന. നമ്മുടെ ദൈവം ഇമ്മിനന്റ് ദൈവം, അരികിലുള്ള ദൈവമാണ് എന്ന്, ശ്വാസത്തിന്റെ തൊട്ടരികിൽ നിൽക്കുന്നവനാണ് നമ്മുടെ ദൈവമെന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. നിന്റെ ജീവിതത്തിൽ കർത്താവ് ഉണ്ട് എന്ന് നീ ഉറപ്പുവരുത്തുമ്പോൾ, വേദനയുണ്ടായാലും കഷ്ടപ്പാടുണ്ടായാലും ദുരിതമുണ്ടായാലും നീ തകരാതെയും തളരാതെയും നിന്റെ ശ്വാസത്തിന് തൊട്ടു മുൻപിലുള്ള ദൈവം നിന്നെ കാത്തുപരിപാലിക്കുമെന്ന് നീ തിരിച്ചറിയണം. ഒരു 3 മാസം മുമ്പ് ഹൈദരാബാദിൽ നിന്ന് ഒരു കുടുംബം ധ്യാനിക്കാനായിട്ട് വന്നു. ഒരു ഭാര്യയും ഭർത്താവും, നല്ലൊരു കുടുംബത്തില് ഒത്തിരി ക്രൈസ്തവ ജീവിതം നയിക്കുന്ന ഒരു കുടുംബമാണ്. ഈ അമ്മച്ചി വന്നിട്ട് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുക. ഒത്തിരി കണ്ണുനീരോടെ ഈ അമ്മ എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഹൈദരാബാദിലെത്തി, വർഷങ്ങളായിട്ട് അവിടെ ജീവിക്കുന്നവരാണ്, നല്ല കുടുംബമാണ്, ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്, എല്ലാ വർഷവും ധ്യാനം കൂടും, അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന എല്ലാ ദിവസവും ബലിയർപ്പിക്കും, അങ്ങനെ ഒത്തിരി പ്രാർത്ഥിക്കുന്നു. 2 മക്കളാണുള്ളത്. ഈ മക്കളെയും അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നു. എന്നാൽ ഈ മൂത്തത് മകളാണ്. ഈ മകള് വിവാഹാലോചന തുടങ്ങി കഴിഞ്ഞപ്പോ ഈ മകള് പെട്ടെന്ന് ഒരു ദിവസം ഇവരോട് പറയുകയാണ്, ഒരു ഹൈന്ദവ ചെറുക്കനുമായിട്ട്, അതും തെലുങ്കനായിട്ടുള്ള ഒരു ഹൈന്ദവ ചെറുക്കനുമായിട്ട് ഈ പെണ്ണ് പ്രേമബന്ധത്തില്. ഈ മകനോടല്ലാണ്ട് ഇവനോടല്ലാണ്ട് ഇനി ഒരു ജീവിതം ഇല്ല എന്നും പറഞ്ഞ് ഈ പെൺകുട്ടി കിടന്നിട്ട് നിലവിളിക്കുക. ഇപ്പൊ വീട്ടുകാരൊന്നും സമ്മതിക്കുന്നില്ല. ഭയങ്കര പേരെടുത്തൊരു ഫാമിലിയാണ്. മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര നാണക്കേട്. ഈ അപ്പനും അമ്മയും തകർന്നുപോയി. ഇനി എന്താ ചെയ്യേണ്ടെന്ന് ഈ പെൺകൊച്ചിനെ പറഞ്ഞു കൊടുക്കാവുന്ന എല്ലാം പറഞ്ഞു കൊടുത്ത് ഈ പെൺകൊച്ചു ഒരു വിധത്തിലും അടുക്കുന്നില്ല. അങ്ങനെയാണ് ആ മാതാപിതാക്കൾ ഇവിടെ ധ്യാനിക്കാൻ വരിക. ഈ കൊച്ചിനെയും കൊണ്ടുവരാനായിട്ട് നോക്കി കൊണ്ടുപോകുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ അമ്മച്ചി ഒത്തിരി കണ്ണുനീരോടെ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം, നന്നായിട്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ചോളൂ. ഈ ധ്യാനത്തില് ഈ അമ്മ കണ്ണുനീരോടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. കണ്ണുനീര്, ഈ ധ്യാനം കഴിഞ്ഞ് പോകുന്ന സമയം പോലും കണ്ണുനീരോടെ നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അമ്മ പോവുക. ഒരു 3 ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോ ഈ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, അവിടെ കണ്ണുനീരോടെ തമ്പുരാന് മുമ്പിൽ പ്രാർത്ഥിച്ചതിന് ഗുണമുണ്ടായി. ഞാന് ഇവിടെ വന്ന് പിറ്റേ ദിവസം ഈ മകള് വീട്ടിൽ ചെന്നിട്ട് അപ്പന്റെയും അമ്മയുടെയും കാല് പിടിച്ച് മാപ്പ് പറഞ്ഞിട്ട് ഇനി ആ ഒരു ബന്ധത്തിലേക്ക് പോവില്ല എന്ന് പറഞ്ഞ് ഈ മകള് വേറൊരു വിവാഹത്തിന് സമ്മതിച്ചു എന്ന് പറഞ്ഞ് ഈ അമ്മ വിളിച്ചു പറയുകയായിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ,
ജീവിതത്തിൽ ഏത് കണ്ണുനീരിന്റെ കടലിലൂടെ നമ്മൾ കടന്നു പോകുന്ന അവസ്ഥയ്ക്ക് നടുവിൽ നിൽക്കുന്നവരാണ് നമ്മളെങ്കിലും തിരിച്ചറിയുക. ഈശോയെ നിന്റെ ജീവിതത്തിന്റെ പ്രത്യാശയായി കണ്ടുകൊണ്ട് ആ ഈശോയിൽ മാത്രം രക്ഷ കണ്ടെത്തിക്കൊണ്ട് ഈശോയുടെ മുമ്പിൽ കണ്ണുനീരോടെ വിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ നിന്റെ ജീവിതത്തിന്റെ തൊട്ടരികില് ആ കർത്താവ് രക്ഷകനായിട്ടുണ്ടായിരിക്കുമെന്ന് നീ തിരിച്ചറിയണം. അവൻ താമസിക്കില്ല നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ, നിന്റെ ജീവിതത്തിൽ ഇടപെടുവാനായിട്ട് അവൻ താമസിക്കുകയില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59 അധ്യായത്തിന്റെ 1-ാം തിരുവചനം പഠിപ്പിക്കുന്നു, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളോളം നീളാനായിട്ട് നീണ്ട കരമുള്ളവനാണ് നമ്മുടെ കർത്താവ് എന്ന് വചനം പഠിപ്പിക്കുക. നിന്റെ നിലവിളി കേൾക്കാതിരിക്കാനാവാത്ത വിധത്തില് അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല എന്ന് വചനം പഠിപ്പിക്കുക. നീ ജീവിതത്തിന്റെ ഏത് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയാലും, ഏത് നൊമ്പരങ്ങളിലൂടെയും, ഏത് കഷ്ടപ്പാടുകളിലൂടെയും, ഏത് കടബാധ്യതകളിലൂടെയും, ജീവിതത്തിന്റെ ഏത് ദുരിതങ്ങളിലൂടെയും നീ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് എങ്കിലും, ജീവിതത്തിന്റെ കുറവുകളെ ഓർത്ത് നീ നിലവിളിക്കുന്ന ഒരു വ്യക്തിയാണ് നീ എങ്കിലും, തിരിച്ചറിയുക, നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളോളം നീളുവാനായിട്ട് കരമുള്ളവനാണ് നമ്മുടെ കർത്താവ്. നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളോളം കരം നീട്ടി ആ പ്രശ്നങ്ങളെ എടുത്തു മാറ്റുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. തിരിച്ചറിയുക, നീ നിലവിളിച്ചാൽ നിന്റെ നിലവിളി കേൾക്കുന്നവനാണ് നമ്മുടെ ദൈവം എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ ഇറക്കി വെക്കേണ്ടത് കർത്താവിന്റെ മുൻപിലാണ്. നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികള് ഇറക്കി വെക്കേണ്ടത് കർത്താവിന് മുമ്പിലാണ്. നീ നിലവിളിക്കേണ്ടത് കർത്താവിന് മുമ്പിലാണ്. ഈ ലോകത്തിലെ മനുഷ്യരുടെ മുമ്പിൽ നീ ഒത്തിരിയേറെ നിലവിളിച്ചില്ലേ? ഓർത്തു നോക്കിക്കേ. കെട്ടിയോൻ മദ്യപിച്ച് കടന്നു വരുമ്പോ കെട്ടിയോന്റെ മുമ്പിൽ നീ കുറെ കണ്ണുനീർ ഒഴുക്കിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ജോലി സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പല മേഖലകളിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യന്റെ മുമ്പിൽ ചെന്ന് നീ കുറെ കണ്ണുനീർ ഒഴുക്കിയിട്ടില്ലേ? നീ നിർത്തണം. മനുഷ്യന്റെ മുൻപിലുള്ള നിന്റെ കണ്ണുനീരൊഴുക്ക്. നീ കണ്ണുനീരൊഴുക്കിയിട്ട് നിനക്ക് കിട്ടിയതെന്താ? കുറെ പരിഹാസവും കുറെ നിന്ദയുമല്ലാതെ നിന്റെ ജീവിതത്തിൽ എന്ത് കിട്ടിയിട്ടുണ്ട്? ജീവിതത്തിൽ ഒരു വേദന ഉണ്ടാകുമ്പോ, നെഞ്ചു തീറുമ്പോ, നിന്റെ ജീവിത പങ്കാളിയുടെ അരികിൽ ചെന്ന് ഒന്ന് കരയാൻ നിനക്ക് പറ്റുമോ? നിന്റെ മക്കളുടെ മുമ്പിൽ ഒന്ന് കരയാൻ പറ്റുമോ? കരഞ്ഞാൽ എന്ത് വിലയുണ്ട് ആ കണ്ണുനീരിന്? നിന്റെ കണ്ണുനീരിന് ഈ മനുഷ്യന്റെ മുൻപിൽ ഒരു വിലയും കിട്ടത്തില്ല എന്ന് നീ തിരിച്ചറിയണം. എന്നാൽ നിന്റെ കണ്ണുനീരിന് വില നൽകുന്ന ഒരു കർത്താവ് ഉണ്ട് എന്ന് നീ മറന്നുപോയേക്കരുത്. നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ കാണുന്ന കർത്താവ്, നിന്റെ ജീവിതത്തിന്റെ അരികിൽ നിന്ന് നിന്റെ ജീവിതത്തിന്റെ വേദനകളെ ഏറ്റെടുക്കുന്ന കർത്താവ് ഉണ്ട് എന്ന് നീ മറന്നുപോയേക്കരുത്. ലൂക്കാസ് സുവിശേഷത്തിന്റെ 13-ാമത്തെ അധ്യായം 10 മുതലുള്ള തിരുവചന ഭാഗങ്ങള് നമ്മൾ എടുത്തു നോക്കുക. കർത്താവ് ഈശോ മിശിഹ കൂനുള്ള ഒരു സ്ത്രീയെ സൗഖ്യപ്പെടുത്തുന്ന ഒരു രംഗമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ലൂക്കാസ് സുവിശേഷം 13-ാം അധ്യായം 10 മുതലുള്ള തിരുവചനം. ഒരു സാബത്തിൽ അവൻ ഒരു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. 18 വർഷമായി ഒരു ആത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവൾ അവിടെ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ടപ്പോൾ അടുത്ത് വിളിച്ചു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്നും നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. സ്വരമേന്തി പറഞ്ഞേ ഹല്ലേലൂയ. ഒരു സാബത്തിന് ഈശോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ വചനം പറയുകയാണ്, 18 വർഷമായി. എത്ര വർഷമായിട്ടാ? 18 വർഷമായിട്ട്. 1-2 ദിവസങ്ങളല്ല, അല്ലെങ്കിൽ ഒരാഴ്ചയല്ല, ഒരു മാസമല്ല, ഒരു വർഷമല്ല, 10 വർഷമല്ല, 18 വർഷമായിട്ട് നിവർന്നു നിൽക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ രോഗിണിയായി കൂനിപ്പോയ ഒരുവളാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവിടെ ഒത്തിരിയേറെ ഡോക്ടർമാരുണ്ടായിരുന്നിരിക്കും, അല്ലെങ്കിൽ പലരും ഉണ്ടായിരുന്നിരിക്കും. ആരെങ്കിലും ഇവളെ ഒന്ന് പരിഗണിച്ചോ? ഇല്ല. ഒത്തിരിയേറെ പേര് നമുക്കറിയാം. കർത്താവിന്റെ വചനം കേൾക്കാൻ വേണ്ടി കർത്താവ് ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആയിരക്കണക്കിന് കർത്താവ് അപ്പം വരച്ചു കഴിഞ്ഞപ്പോ
അപ്പം വിഭജിച്ചു കൊടുത്ത് എത്ര പേർക്കാണെന്നൊക്കെ പറയും. അത്രമാത്രം ജനക്കൂട്ടമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, കർത്താവിന്റെ അരികെ വന്നത്. ഇത്ര പേരുടെ നടുവില് ഇവള് നിന്നിട്ടും ആരും ഇവളെ പരിഗണിക്കുന്നില്ല. എന്നാ കർത്താവ് മാത്രമാണ് അവളെ പരിഗണിക്കുന്നത്. ഇവളെ ആരെങ്കിലും കർത്താവിന്റെ അരികിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ? ഇവർക്ക് വേണ്ടി ആരെങ്കിലും കർത്താവിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ടോ? ഇല്ല. എല്ലാവരാലും അവഗണിക്കപ്പെട്ടവളായിരുന്നു ഈ 18 വർഷമായിട്ട് രോഗിണിയായിട്ട് നിവർന്നു നിൽക്കാൻ പോലും സാധിക്കാത്ത ഈ സ്ത്രീ. നിങ്ങൾ ഓർത്തു നോക്കിയ ഒരു സമൂഹത്തില് കൂനും പിടിച്ച് ഇങ്ങനെ രോഗിണിയായിട്ട് 18 വർഷമായിരുന്ന സഹോദരി നടക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ തിരിച്ചു നോക്കി. ആരും ഒരു പരിഗണനയും കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കണം, ആർക്കും വേണ്ടാത്തവനെ നെഞ്ചിലേറ്റുന്നവനാണ് നമ്മുടെ കർത്താവ്. ഒരുപക്ഷെ നമ്മുടെ ജോലി മേഖലയില് നമ്മളെ ആർക്കും വേണ്ടാത്ത ദിവസം ചിലർ വന്നിട്ട് പറയാണ്, എന്റെ പൊന്നച്ച ജോലിയിൽ ഭയങ്കര പ്രശ്ന, കൂട്ടത്തിലുള്ളവര് പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കി, പല പൊളിറ്റിക്സ്, അവിടെ പൊളിറ്റിക്സ്, ഇവിടെ പൊളിറ്റിക്സ്, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്താക്കണം വേണ്ടിയിട്ട് നടക്കുക. ചിലർ പറയാറുണ്ട് കെട്ടിയവന് വേണ്ട, ചിലർക്ക് മക്കൾക്ക് വേണ്ട, ചില മക്കൾ പറയണ്ട മാതാപിതാക്കൾക്ക് വേണ്ട. പ്രിയപ്പെട്ടവരെ, ആർക്കും വേണ്ടാത്തവരെ നെഞ്ചിലേറ്റുന്ന ഒരു കർത്താവുണ്ട് എന്ന് നീ മറന്നു പോകരുത്. നിന്റെ ജീവിതത്തില് നിന്നെ ആർക്കും വേണ്ട എന്നുള്ള ഒരു നൊമ്പരത്തില് നീ കഴിയുന്ന ഒരു വ്യക്തിയാണ് എങ്കില്, ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ നിന്റെ അധ്വാനങ്ങൾ ചിലപ്പോ തകർന്നു പോയപ്പോ, ചില കടബാധ്യതകൾ, കഴിഞ്ഞ മാസത്തെ ധ്യാനത്തിൽ വയനാട്ടിൽ നിന്നൊരു അപ്പച്ചൻ വന്നു. നല്ല നിലയില് മക്കളെയൊക്കെ വളർത്തി വലുതാക്കി നന്നായിട്ട് അധ്വാനിച്ചു. പക്ഷെ അവസാനമായപ്പോഴത്തേനും 1 വർഷം മുമ്പ് ഒരു ബിസിനസ് അങ്ങോട്ട് തകർന്നു പോയി. ഭയങ്കര കടബാധ്യതയും. മക്കൾ ആർക്കും വേണ്ട, മക്കളെല്ലാം പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിയിരിച്ചിരുന്നു. ഇന്ന് മക്കൾക്ക് ആർക്കും ഈ അപ്പനെ വേണ്ട. കെട്ടിയോള് പോലും നിങ്ങളുടെ പിടിപ്പീട് കൊണ്ടാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരിക്കുക. നെഞ്ചു പൊട്ടി ആ അപ്പൻ ഇവിടെ വരികയുണ്ടായി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതുപോലെ ജീവിതത്തിൽ മാറ്റി നിർത്തപ്പെട്ടവരായിരിക്കാം നമ്മൾ ഓരോരുത്തരും. ഒരുപക്ഷെ നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ മക്കള്, മാതാപിതാക്കൾ, അയൽവക്കക്കാര്, സഹോദരങ്ങള്, നമ്മുടെ സമൂഹം മാറ്റി നിർത്തിയവരായിരിക്കാം നമ്മള്. തിരിച്ചറിയുന്ന കർത്താവിന് മുമ്പിൽ നീ നിൽക്കുമ്പോ നിന്റെ ഹൃദയത്തിൽ നീ സ്വീകരിക്കണം, ആർക്കും വേണ്ടാത്തവനെ നെഞ്ചിലേറ്റുന്ന കർത്താവിന് മുൻപിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന്. ആരാലും പരിഗണിക്കപ്പെടാതെ 18 വർഷമായിട്ട് സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ട രോഗിണിയായ സ്ത്രീയെ വിളിച്ച് അരികിൽ നിർത്തി സൗഖ്യം കൊടുത്തവനായ കർത്താവ് നിന്റെ ജീവിതത്തെയും സ്പർശിക്കും. നിന്നെ കർത്താവിന് വേണമെന്നുള്ള ഒരു തിരിച്ചറിവ് നിന്റെ ജീവിതത്തിൽ നിന്ന് നേടിയെടുക്കണം. സ്വരമേറ്റി പറ ഹല്ലേലൂയ. അവൻ ആർക്കും വേണ്ടാത്തവരുടെ പക്ഷത്ത് നിൽക്കുന്നവനാ. ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നവരുടെ, ജീവിതത്തിൽ ഇല്ലാത്തവരുടെ പക്ഷത്ത് നിൽക്കുന്നവനാണ് ഈ കർത്താവ് ഈശോ മിശിഹ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പഴയ നിയമ പുസ്തകങ്ങളായാലും പുതിയ നിയമ പുസ്തകങ്ങളായാലും വായിക്കുമ്പോൾ കാണുക, കർത്താവ് നിൽക്കുന്നത് ആർക്കും വേണ്ടാത്തവരുടെ പക്ഷത്താ. അവൻ ആരാണെങ്കിലും, അവൻ എന്താണെങ്കിലും അവനെ കർത്താവ് തള്ളിക്കളയുന്നില്ല. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 21-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഹാഗാർ, അവളുടെ യജമാനത്തിയുടെ ഭവനത്തിൽ നിന്ന് തള്ളപ്പെടുന്ന ഹാഗാർ. ഒരു കുഞ്ഞുണ്ട്, ഈ കുഞ്ഞുമായിട്ട് മരുഭൂമിയിലേക്ക് എറിയപ്പെട്ടു ഇവള്. ഈ കുഞ്ഞ് മരുഭൂമിയിൽ ദാഹജലം കിട്ടാതെ മരിക്കാനായിട്ട് തുടങ്ങുമ്പോ ആ കുഞ്ഞ് മരിക്കുന്നത് കാണാൻ പറ്റാതെ ഒരു 50 ദൂരം ഈ ഹാഗാർ മാറി നിൽക്കുന്നുണ്ട്. ഈ കുഞ്ഞ് അവിടെ കിടന്ന് നിലവിളിക്കുമ്പോ ആ നിലവിളി കേൾക്കാൻ ആരും ഉണ്ടായില്ല. ആ കുഞ്ഞിന് ജന്മം കൊടുത്ത അപ്പനായ അബ്രാഹമും ഇല്ലായിരുന്നു. ആ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ കാരണക്കാരിയായ സാറായുമില്ലായിരുന്നു, ആരുമില്ലായിരുന്നു. എന്നാൽ ആ കുഞ്ഞിന്റെ നിലവിളി ദൈവം കേട്ടു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 21-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. കുടുംബം തള്ളപ്പെട്ട, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവന്റെ നിലവിളി കേൾക്കുവാൻ ദൈവമുണ്ട് എന്ന് ഈ വചനം പഠിപ്പിക്കുകയാണ്. വീണ്ടും ഉൽപ്പത്തി പുസ്തകത്തിന്റെ 37-ാമത്തെ അധ്യായത്തില് നമ്മൾ കാണുന്നുണ്ട്, പഴയ നിയമത്തിലെ ജോസഫിനെ സഹോദരന്മാര് ഒരു പൊട്ടക്കിണറ്റിൽ കൊണ്ട് തള്ളിയിടുകയാണ്. ആദ്യമേ മൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കാൻ നോക്കുന്നു, പൊട്ടക്കിണറ്റിൽ തള്ളിയിടുന്നു. അവസാനം അവനെ ആ പൊട്ടക്കിണറ്റിൽ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് കച്ചവടക്കാർക്ക് വിൽക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്വന്തം സഹോദരങ്ങളാൽ അവഗണിക്കപ്പെട്ട ഈ ജോസഫ്, ഇവൻ വിൽക്കപ്പെട്ടവനാ. പക്ഷേ
ഇവൻ തുടർന്നുള്ള ഇവന്റെ ജീവിതം എടുത്ത് പരിശോധിക്കുക. ദൈവം അവന്റെ നിലവിളി കേട്ടതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി അനുഗ്രഹിക്കുന്നതാ നമ്മൾ കാണുക. ജീവിതത്തിന്റെ ചില കുറവുകളെ ഓർത്ത് മറ്റുള്ളവർ നിന്നെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ, കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ തിരിച്ചറിയുക, നീ ദൈവത്തിന്റെ ഹൃദയത്തിൽ സ്ഥാനം നേടിയിരിക്കുന്നവനാ. നീ ദൈവത്തിന്റെ ഹൃദയത്തിൽ സ്ഥാനം നേടിയിരിക്കുന്നവളാണ് എന്ന് തിരിച്ചറിയണം. സ്വരമേറ്റി പറഞ്ഞേ ഹല്ലേലൂയ. ഇസ്രായേല് ആരുമില്ലാത്തവരായിരുന്നു, ആരുടെയും തുണയില്ലാത്തവരായിരുന്നു ഇസ്രായേല്. ഈജിപ്തിന്റെ അടിമത്തത്തിൽ കിടന്ന് ജീവിതം നരകിച്ചവരായിരുന്നു ഇസ്രായേല്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആരും കേൾക്കാനില്ലാതിരുന്നവരുടെ നിലവിളി ദൈവം കേട്ടു. സങ്കീർത്തന പുസ്തകത്തിന്റെ 56-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നിന്റെ അലച്ചിലുകൾ അവിടുന്ന് എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണുനീർ കണങ്ങൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ നമ്മൾ ഒരുപാട് അലയാറുണ്ട് പ്രിയപ്പെട്ടവരെ. പല കാരണങ്ങൾ കൊണ്ട് ജീവിതത്തിന്റെ ചില നേട്ടങ്ങൾക്ക് വേണ്ടി, ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടി, ചില കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഏറെ അലയാറുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ അലച്ചിലുകൾ പലപ്പോഴും മറ്റാരും കാണാതെ പോകുന്നുണ്ട്. നമ്മുടെ കുടുംബം പോലും, നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, രാവും പോലെ ചിലരൊക്കെ വന്നിട്ട് പറയാറുണ്ട്, രാവിലെ 5 മണി തൊട്ട് രാത്രി 10 മണി വരെ കിടന്ന് അലച്ചിലാണ്. വീട്ടിലേക്ക് കയറി വന്നു കഴിയുമ്പോ എന്റെ പൊന്നച്ഛ സമാധാനം തരിക. കെട്ടിയോള് സമാധാനം തരത്തില്ല, മക്കള് സമാധാനം തരത്തില്ല. എന്തിനാ ജീവിക്കണത്? എന്നാളൊരു ചേട്ടൻ വന്നിട്ട് എന്നോട് ചോദിച്ചു, എന്തിനാ ജീവിക്കണം എന്ന് അച്ഛാ അപ്പൊ ചിന്തിക്കുന്നത്. ഇതുങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എത്രമാത്രം അധ്വാനിക്കും. രാവിലെ തൊട്ട് ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞ, ഒരു സിഗരറ്റ് പോലും ഞാൻ വലിക്കുകയാണ്. ഒരു 5 പൈസയുടെ മിഠായി പോലും മേടിച്ച് ഞാൻ 5 പൈസ പാഴാക്കി കളയത്തില്ല. ഇതുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരും. വിശന്നാ പോലും ഞാൻ പുറത്തുനിന്ന് ഒരു സാധനം കഴിക്കാറില്ല. വീട്ടിൽ വന്നു കഴിയുമ്പോ ഒന്നും ഉണ്ടാകുകയാണ്. വീട്ടിൽ വന്നു കഴിയുമ്പോ തലവേദനയാണ്. മക്കളുടെ വിധത്തിൽ അവിടുന്ന് കെട്ടിയോളം വിടുന്ന്. എന്തിനാ ജീവിക്കണം? ഇതുങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എന്തിനാ അധ്വാനിക്കുന്നത്? എനിക്ക് ചേട്ടൻ വന്നിട്ട് പറയുകയുണ്ടായി. പ്രിയപ്പെട്ട ദൈവമക്കളെ, എത്രമാത്രം നമ്മൾ കിടന്ന് നമ്മുടെ അലച്ചിലുകള് ഈ ഭൂമിയിൽ ആരാ കാണുന്നത്? ഒരു സഹോദരി, എനിക്കറിയാം, ഞാൻ വർഷങ്ങളായിട്ട് അറിയുന്ന സഹോദരി, ഒരു രാവിലെ തൊട്ട് ഉച്ചവരെ ഒരു സ്ഥലത്ത് ജോലി ചെയ്യും, ഉച്ച കഴിഞ്ഞ് വേറൊരു സ്ഥലത്ത്, അതിനുശേഷം ഇവിടെ കുർബാനയ്ക്ക് വരും, ഈ കുർബാന കഴിഞ്ഞ് വേറൊരു സ്ഥലത്ത് ജോലിക്ക് പോകും. വീട്ടിൽ ചെല്ലുമ്പോൾ രാത്രി 12 മണി, രാവിലെ 5 മണിക്ക് എഴുന്നേക്കണം, കെട്ടിയവനും മക്കൾക്ക് ഉള്ളത് ഉണ്ടാക്കി കൊടുക്കണം, അതിനുശേഷം വീണ്ടും ജോലി. ഇത് നിന്റെ 365 ദിവസവും നിന്റെ റൊട്ടീനായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഇത് പറയുമായിരുന്നു, വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ കെട്ടിയവനാണെങ്കിൽ വൈകുന്നേരം അത് പണിക്കും പോകത്തില്ല, കിട്ടുന്നത് മുഴുവനും കൊണ്ട പൊടിച്ച് നശിപ്പിച്ച് വീട്ടിൽ കിടക്കും. മക്കളാണെങ്കിൽ ഒട്ടും പഠിക്കുകയില്ല, എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അച്ഛാ. അതിന് ഈയിടയ്ക്ക് ഒരു അറ്റാക്ക് വന്നു, നെഞ്ചിന് വേദന വന്നു. അപ്പൊ അത് പറയുമായിരുന്നു, എന്റെ പൊന്നച്ച വല്ലതും പറ്റിക്കഴിഞ്ഞാൽ, ഇപ്പോഴും അതിന്റെ വേദന, കുടുംബത്തില് എനിക്ക് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ എന്റെ കെട്ടിയവനും മക്കൾ എന്ത് ചെയ്യുക? ഇതിന്റെ അലച്ചില് ഒരു മനുഷ്യൻ കാണുന്നില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം കാണുന്നുണ്ട് നമ്മുടെ അലച്ചിലുകൾ. വചനം പഠിപ്പിക്കുക, നിന്റെ അലച്ചിലുകള് അവിടെ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണുനീർ കണങ്ങള് അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നിന്റെ കണ്ണിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന കണ്ണുനീർ തുള്ളികള് നിന്റെ ദൈവം കുപ്പിയിൽ ശേഖരിച്ചിരിക്കുക. അതിനെ കണക്ക് വെച്ച് നിന്നെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി അത് കുപ്പിയിൽ ശേഖരിച്ചിരിക്കുകയാണ് എന്ന് വചനം പഠിപ്പിക്കുകയാണ്. സ്വരവേദി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരുപക്ഷെ നീ ജീവിതത്തിൽ ഏറെ അലയേണ്ടി വരുമായിരിക്കാം. നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികള് ഇറ്റിറ്റ് വീഴുന്ന അവസ്ഥകൾ ഉണ്ടായിരിക്കാം. നീ മനസ്സിലാക്കണം, തിരിച്ചറിയണം, അവൻ നിന്നെ കൈവിടുകയില്ല. ജീവിതത്തിൽ അലച്ചിലുകൾ എണ്ണുന്ന കർത്താവ്, കണ്ണുനീർ കണ്ണങ്ങൾ കുപ്പിയിൽ ശേഖരിക്കുന്ന കർത്താവ് നിന്നെ കൈവിടുകയില്ല. നിന്നെ നോക്കിയിരിക്കുന്നുണ്ട് അവനെന്ന് നിന്റെ ജീവിതത്തിൽ നീ മനസ്സിലാക്കണം. വേദനകളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും ദുരിതത്തിലൂടെയും കടന്നു പോകേണ്ടി വരുമ്പോ നെഞ്ചിലുണ്ടായിരിക്കേണ്ട ഒരു ചിന്ത ഇതായിരിക്കണം, എന്റെ കർത്താവ് എന്നെ കാണുന്നുണ്ട്, എന്റെ കർത്താവ് എന്നെ കൈവിടുകയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരുപക്ഷെ നമ്മൾ കണ്ണുനീരേറെ നമ്മുടെ കണ്ണിൽ നിന്ന് വീഴുന്നു എന്ന് തോന്നുന്ന നിമിഷങ്ങളില് ചിലപ്പോ നമുക്ക് അങ്ങനെ തോന്നാറുണ്ടാകാം. ഏറെ കരയുന്നുണ്ട് എന്ന് നമ്മുടെ ഉള്ളിൽ തോന്നുന്ന നിമിഷങ്ങളില് ആ കുരിശിലേക്കൊന്ന് നോക്കണം. കരഞ്ഞവനാ ആ കർത്താവ്. നമുക്കറിയാം, കാൽവരി കുരിശിലേക്ക് എടുക്കുന്നതിന് മുമ്പ് ഗെത്സമനയിൽ ഇരുന്ന് കണ്ണുനീരോടെ കരഞ്ഞവനായിരുന്നു ഈ കർത്താവ്. നമുക്കറിയാം,
ലാസറിന്റെ കല്ലറയിലേക്ക് കടന്നു വന്ന് കരഞ്ഞവനായിരുന്നു ഈ കർത്താവ്. ചില കരച്ചിലുകൾക്ക് ജീവിതത്തിന്റെ വിധിയെ തന്നെ മാറ്റി എഴുതുവാനായിട്ട് സാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് ഈശോ മിശിഹാ ഗെത്സേമനില് കരയുന്നത് നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവൻ കരഞ്ഞ് നിലവിളിച്ചിട്ട് ദൈവം അവന്റെ ആ കുരിശൊന്ന് എടുത്തു മാറ്റിയോ? ഇല്ല, ആ കുരിശെടുത്ത് മാറ്റിയില്ല. അവസാനം ആ കുരിശിൽ അവൻ പിടഞ്ഞു മരിച്ചു. അവന്റെ വിധി എന്ന് പറയുന്നത് ആ മണ്ണിൽ ഇല്ലാതായി തീരുക എന്നുള്ള, പുഴുവരിച്ച് മണ്ണോട് മണ്ണായി തീരുക എന്നുള്ളതായിരുന്നു ഈ കർത്താവിന്റെ വിധി എന്ന് പറയുക. എന്നാല് അവന്റെ കരച്ചിൽ അവന്റെ വിധിയെ മാറ്റി എഴുതി മണ്ണിൽ നിന്ന് അവൻ ഉയർത്തു മൂന്നാം ദിവസം. ചില കരച്ചിലുകൾക്ക് ജീവിതത്തിന്റെ വിധിയെ തന്നെ മാറ്റി എഴുതുവാനായിട്ട് കരുത്തുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം. അതുകൊണ്ട് കണ്ണിൽ നിന്ന് ഏറെ കണ്ണുനീര് ഒഴുകുന്നു എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ ആ കുരിശിലേക്കൊന്ന് നോക്കിയാല് അത് വലിയ ആശ്വാസമായിരിക്കും. എന്റെ ജീവിതത്തിൽ ഞാൻ ഒഴുക്കുന്ന കണ്ണുനീരിന് എന്റെ ജീവിതത്തിന്റെ വിധിയെ മാറ്റി എഴുതുവാനായിട്ടുള്ള കരുത്തുണ്ട് എന്നുള്ള ഒരു ബോധ്യം നമുക്കപ്പോൾ ലഭിക്കും. ലാസറിന്റെ കല്ലറയിലേക്ക് കടന്നു വരുന്ന കർത്താവ് കരഞ്ഞു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ലാസറിന്റെ സഹോദരി കരഞ്ഞതായിട്ട് നമ്മൾ യോഹന്നാൻ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്. മണ്ണോട് മണ്ണായി തീരേണ്ട ലാസറ് മരിച്ച് ചീഞ്ഞളിഞ്ഞ ലാസറിനെ കർത്താവ് ഉയർപ്പിക്കുന്ന നമ്മൾ കാണുകയാണ്. ചില കരച്ചിലുകൾക്ക് ജീവിതത്തിന്റെ വിധിയെ മാറ്റി എഴുതുവാൻ കരുത്തുണ്ട്, മറക്കരുത് നമ്മള്. അതുകൊണ്ട് കരയുന്നതില്, ജീവിതത്തിൽ ഏറെ കരയുന്നുണ്ടല്ലോ ദൈവമേ എന്നോർത്ത് നമ്മൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ആ കരച്ചിലുകൾക്ക് ജീവിതത്തെ മുഴുവനും മാറ്റുവാനായിട്ടുള്ള കരുത്തുണ്ട് എന്ന് നമ്മൾ മറന്നുപോയേക്കരുത്. സുരമേലി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവിന് മനുഷ്യർക്ക് എല്ലാം തീർന്നു എന്ന് തോന്നുന്ന നിമിഷങ്ങള് കർത്താവിന്റെ എല്ലാറ്റിന്റെയും ആരംഭമായിരുന്നു. ഈശോ തീർന്നു എന്ന് മറ്റുള്ളവർ വിചാരിച്ചപ്പോ അവിടെ ഈശോയുടെ ആരംഭം കുറിക്കുക. ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതവും. തിരിച്ചറിയുക, ആർക്കും വേണ്ടാത്തവനെ നെഞ്ചിലേറ്റുന്ന ഒരു ദൈവം എൻ്റെ അരികിലുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ജീവിതത്തിൽ നീ ഒറ്റയ്ക്കാകുമ്പോ, കണ്ണുനീരൊഴുക്കേണ്ടി വരുമ്പോ, കരയേണ്ടി വരുമ്പോ, നിലവിളിക്കേണ്ടി വരുമ്പോ, മാറ്റി നിർത്തേണ്ടപ്പെടേണ്ടി വരുമ്പോ തിരിച്ചറിയുക, ആർക്കും വേണ്ടാത്തവനെ നെഞ്ചിലേറ്റുന്ന കർത്താവ് എന്നെ കാണുന്നുണ്ട്. എന്റെ കണ്ണുനീരിന് അവൻ ഉത്തരം നൽകും, അവൻ എന്നെ അനുഗ്രഹിക്കുമെന്നുള്ള ഒരു തിരിച്ചറിവ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ നമ്മൾ നേടണം. സ്വരവേലി പറഞ്ഞേ ഹല്ലേലൂയ. ലൂക്കാസ് സുവിശേഷം 23-ാമത്തെ അധ്യായത്തിന്റെ 39 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. നല്ല കള്ളൻ ലോകം മുഴുവനും അവന്റെ മുമ്പിൽ വാതിൽ കൊട്ടിയടച്ചപ്പോൾ ദൈവം അവന്റെ മുമ്പിൽ വാതിൽ തുറന്നു എന്ന് നമ്മൾ വചനത്തെ കാണുന്നുണ്ട്. ലോകം വാതിൽ കൊട്ടിയടച്ചപ്പോൾ ദൈവം അവന്റെ മുമ്പിൽ വാതിൽ തുറന്നിടുകയാണ്. പ്രിയപ്പെട്ടവരെ, നീ ഈ ഭൂമിയിൽ നരകയാതനകളിലൂടെ കടന്നു പോകുന്നുണ്ട് എങ്കിൽ ദൈവം നിനക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്ന വാതിലുമായി കാത്തിരിക്കുന്നുണ്ട് എന്ന്. ഏത് വേദനയുടെയും, ഏത് കഷ്ടപ്പാടിന്റെയും, ഏത് ദുരിതങ്ങളുടെയും നടുവിലൂടെ നീ കടന്നുപോയാലും തുറന്നിട്ട വാതിലുമായി നിന്റെ കർത്താവ് നിനക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. അവൻ ആർക്കും വേണ്ടാത്തവരെ നെഞ്ചിലേറ്റുന്നവനാ.